ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് നമ്മൾ മെൽബൺ ടു ബ്രിസ്ബെയിൻ ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഡിസംബറിലെ ആ ഒരു വെക്കേഷൻ സമയത്താണ് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ. നമ്മളൊരു 11 days 10 nights ഓൾമോസ്റ്റ് 4700 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത ഒരു അടിപൊളി ജേണി ആയിരുന്നു. നമ്മൾ 23 ഡിസംബർ രാവിലെയാണ് മെൽബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് യാത്ര കഴിയുന്നത്ര എൻജോയ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മളൊരു 5 ദിവസം കൊണ്ടാണ് നമ്മൾ ബ്രിസ്ബെയിൻ എത്തുന്നത്. നമ്മൾ വാഗാവാഗിക്കടുത്ത് ദ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ആദ്യത്തെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 5.5 മണിക്കൂർ ഡ്രൈവാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ആൽബറി ബൊട്ടാണിക് ഗാർഡനിൽ ഒരു പിക്നിക്ക് പോലെ അങ്ങനെ ഇരുന്നാണ് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിച്ചത്. നല്ലൊരു പാർക്കായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമുക്ക് ഡിസംബർ ഇവിടെ നമ്മുടെ സമ്മറാണ്. നമുക്കിവിടെ സമ്മർ വെക്കേഷനാണ്. ഈ ഒരു ഡിസംബർ പകുതി തൊട്ട് ജനുവരി അവസാനം വരെ മക്കൾസിനൊക്കെ സ്കൂൾ ഹോളിഡേയ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ അക്കോമഡേഷനായിരുന്നു ഈ റോക്കിൽ ഞങ്ങളെത്തി. ഞങ്ങളൊരു വീടാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങളെല്ലാ അക്കോമഡേഷൻസും എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് മക്കളൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ എയർബിഎൻബി വഴി ബുക്ക് ചെയ്യുന്നത്. നമുക്കൊരു വീട് പോലെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കുക്കിങ്ങും പിന്നെ ബാക്ക് യാർഡും ഫ്രണ്ട് യാർഡും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ സിഡ്നിയിലോട്ടുള്ള നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് 24th ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന വഴി പിന്നെ ലഞ്ചൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും ഒരു പാർക്കിലൊക്കെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പിക്നിക് സ്പോട്ടുകളുണ്ടാവും. നമ്മൾ ഈവൻ ഹൈവേയോട് ചേർന്നിട്ടാണെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാനും നമുക്ക് ടോയ്ലറ്റിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവും. അത് വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പിന്നെ ഞങ്ങൾ ഈ മക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനെ കുറേ ബ്രേക്കൊക്കെ എടുത്ത് നമ്മുടെ ആ പോകുന്ന ഒരു ജേണിയും എൻജോയ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ പോകാറുള്ളത്. പിന്നെ നമ്മൾ ടെസ്റ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു കൺസേൺ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു യാത്ര മൊത്തം ബ്രേക്കും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ 24th ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ സിഡ്നിയിലെത്തുന്നത്. അപ്പോൾ സിഡ്നിയിൽ നമ്മൾ സിറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റ് ഹൗസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഒരു 5:30 ആ ഒരു സമയത്തൊക്കെ എത്തി. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇനി ക്രിസ്മസ് ഈവ് സിഡ്നി സിറ്റിയിലോട്ട് പോകാം എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതൊരു പുതിയ വീടായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ഫ്രഷായിട്ട് നമ്മളിനി ഇവിടെ നിന്ന് ട്രെയിനിലാണ് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നത്. കാരണം സിറ്റിയിൽ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ ക്രിസ്മസ് ഈവൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രെയിനിന് പോകാനാണ്. സിഡ്നിയിലെ മെട്രോ നല്ല അടിപൊളിയാണ്, മെൽബണിലെ പോലെയല്ല. പിന്നെ ക്രിസ്മസ് ഈവിന് അങ്ങനെ ന്യൂ ഇയർ ഈവൊക്കെ പോലെ അങ്ങനെ ഭയങ്കരമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് സിറ്റിയിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറ്റിയിലൂടെ കുറച്ചങ്ങനെ നടന്ന് പിന്നെ ഇവിടെ മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് എന്താ പറയുക, നല്ലൊരു കുറേ ക്രിസ്മസ് ലൈറ്റ്സും ക്രിസ്മസ് കാരളും നല്ലൊരു വൈബാണ് മൊത്തത്തിൽ. നമ്മളപ്പം അവിടെ പോയി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സെൻറ്റ് മേരീസ് കത്തീഡ്രലൊക്കെ പോയി. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ക്രിസ്മസ് ഈവ്. ഇത് നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് ഞങ്ങൾ സിഡ്നിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിലല്ലാത്തൊരു ക്രിസ്മസ് എന്നെനിക്ക് തോന്നുന്നു. നമ്മളിന്ന് ആദ്യം പോകുന്നത് വാട്സൺ ബേയിലോട്ടാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകാം എന്നാണ് നമ്മുടെ ഒരു പരിപാടി. ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് വാട്സൺ ബേ. നമുക്കവിടെ വേണമെങ്കിൽ ഒരു പിക്നിക്ക് പോലെ അങ്ങനെ പ്ലാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വാക്കിംഗ് ട്രെയിൽസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്ന് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ക്ലോവെല്ലി ബീച്ചിലോട്ടാണ്. നല്ല രസമുള്ള ഒരു ഏരിയയാണ് ഈ ക്ലോവെല്ലി ബീച്ച്. അധികം ആഴമില്ലാതെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഏരിയയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഒരുപാട് പിക്നിക് ഏരിയാസൊക്കെ ഉണ്ട്. ഇന്ന് ക്രിസ്മസ് ആണല്ലോ. എൻ്റെ കസിൻ പോളും ജെറിലും നല്ലൊരു ക്രിസ്മസ് ലഞ്ചുമായിട്ടാണ് വന്നത്. ബീഫും ചിക്കനും ചോറും മോരുകറിയും അച്ചാറും അങ്ങനെ ഒരു അടിപൊളി ക്രിസ്മസ് ലഞ്ചായിരുന്നു. താങ്ക് യു സോ മച്ച്. മഗ്ഡിയിലെ ബർഗറിൽ തീരുമെന്ന് വിചാരിച്ച ലഞ്ച് അങ്ങനെ അടിപൊളിയായി. ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബീച്ചിലൊക്കെ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ഇവിടെ നിന്നൊരു കൂജി ബീച്ച് ഉണ്ട്. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞങ്ങൾ പിക്നിക് മാറ്റും കുറച്ച് സ്നാക്സും വെള്ളവും പിന്നെ ഒരു സർഫിംഗ് ബോർഡ്, ബോള്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടാണ് നമ്മുടെ യാത്ര. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു, കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട്. ഇതാണ് കൂജി ബീച്ച്.
നല്ല അടിപൊളി ബീച്ചാണ്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ആണ്, പോരാത്തതിന് സമ്മറാണ്. ഇവിടെ എല്ലാ ബീച്ചിലും തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഈ ഒരു സമയത്ത്. പിന്നെ ബീച്ചിലേക്ക് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളപ്പോഴല്ലേ ഒരു രസം. അപ്പം നല്ല തിരയുള്ള ബീച്ചാണ്. അപ്പോൾ ഇവർ ഈ ഒരു ബോഡി ഇത് കേമാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരതിൽ കുറേ സമയം ഇങ്ങനെ കളിക്കും. നല്ല രസമാണ്. നല്ല തിരയുള്ളപ്പോൾ അതിൽ മക്കൾക്ക് കളിക്കാൻ നല്ല രസമാണ്. ഇവിടെ പിള്ളേരൊക്കെ കുറേ പേര് ഇതുമായിട്ട് വരുന്ന കാണാം. അങ്ങനെ കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഈവനിങ് സിറ്റിയിൽ പോയി. ഈവനിങ് ഒപ്പേറ ഹൗസിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ അങ്ങനെ ചുമ്മാ നടന്ന് നല്ല രസമാണ് അവിടെ ആ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വൈകുന്നേരം. ഇത് ഡേ 4 ആണ്. ഇന്ന് നമ്മൾ ഗോൾഡ് കോസ്റ്റിലോട്ടുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമുക്ക് ഗോൾഡ് കോസ്റ്റിനും സിഡ്നിക്കും ഇടയ്ക്ക് ഒരു അക്കോമഡേഷൻ കൂടിയുണ്ട്. ഫോസ്റ്ററിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള റെഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അട്രാക്ഷൻസൊക്കെ വിസിറ്റ് ചെയ്ത് അങ്ങനെ പോകാമെന്നാണ് നമ്മുടെ ഒരു പരിപാടി. നമ്മൾ ആദ്യം പോയത് ബോഗി ഹോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ അതിനോട് ചേർന്നുള്ള ഒരു പിക്നിക് ഏരിയ എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് ബോഗി ഹോൾസ്. ഇതെന്താ പറയുക, ഒരു നാച്ചുറൽ ഓഷ്യൻ പൂളാണെന്ന് പറയാം. നമുക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നി. നമ്മളതുകൊണ്ട് അങ്ങനെ കണ്ട് എൻജോയ് ചെയ്തേ ഉള്ളൂ. ഒരുപാട് പേര് ആ പൂളിലിങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് കേട്ടോ. ന്യൂകാസിലിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ചില സ്ഥലങ്ങൾ എന്താ പറയുക, നമുക്കൊരു അത്ഭുതം തോന്നുന്ന, അല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സ്ഥലമായിട്ട് തോന്നി. ഇത് ന്യൂകാസിലാണ് ഈ ഒരു ബോഗി ഹോൾ ഉള്ളത്. അപ്പം അതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. അവിടുന്ന് ഞങ്ങൾ പോയത് ബാർ ബീച്ച് എന്നു പേരുള്ള ഒരു ബീച്ചിലോട്ടാണ്. നല്ലൊരു ബീച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ നിർത്താൻ പ്ലാനില്ലായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ട് പിന്നെ അവിടെ നിർത്തി ആ ബീച്ചിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങളൊരു ആഫ്റ്റർനൂൺ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. അതായിരുന്നു ഞങ്ങളുടെ ഡേ 4. ഇത് ഡേ 5 മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നാണ്. സീരിയൽ, ബ്രെഡ്, ഓംലെറ്റ് അങ്ങനെയൊക്കെ. അതുപോലെ ഡിന്നറും വീട്ടിൽ നിന്നായിരുന്നു. ലഞ്ച് പുറത്തു നിന്നും. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ താമസിച്ചത് നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ അതിനോട് ചേർന്ന് തന്നെ പൂളും. ഇത് ബ്ലാക്ക് ഹെഡ്, റെഡ് ഹെഡ് ഇങ്ങനെ 2 ബീച്ചുകളോട് വളരെ അടുത്താണ്. നല്ല ബാൽക്കണിയും അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കടൽ കാണാം. അങ്ങനെ കടൽക്കാറ്റൊക്കെ ഏറ്റിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിന്ന് പോകുന്നത് ഒരു റിവർ ക്രൂയിസിന് വേണ്ടിയിട്ടാണ്. ഡോൾഫിൻ സ്പോട്ടിംഗ് ക്രൂയിസ്. ഇത് പോർട്ട് മക്വേറിയിലാണ്. നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ 11 മണിക്കായിരുന്നു അതിൻ്റെ ഒരു സമയം. അപ്പോൾ നമ്മളങ്ങനെ സമയത്ത് തന്നെ അവിടെ ചെന്നു. ടിക്കറ്റ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്രൂയിസിൽ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 40 സംതിങ് ആയിരുന്നു ടിക്കറ്റിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മോർണിംഗ് കോഫി, സ്നാക്സ്, പിന്നെ ലഞ്ചും ഉണ്ടായിരുന്നു. നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ തിരക്കും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു സൈഡ് ടേബിൾ തന്നെ മേലത്തെ ഡെക്കിൽ കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത്. കാപ്പി ഭയങ്കര ബോറായിരുന്നു. എന്നാലും ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെന്തോ മഫിനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുള്ള വെരി റിലാക്സിങ് കാമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹേസ്റ്റിംഗ് റിവറിൽ കൂടിയാണ് ഈ ഒരു ക്രൂയിസ്. ഇതിൻ്റെ 2 സൈഡിലും മൾട്ടി മില്യൺ വീടുകളാണ്. പ്രൈവറ്റ് യാച്ചും ജെട്ടിയൊക്കെ ആയിട്ട്. ഡോൾഫിൻ സ്പോട്ടിംഗ് ക്രൂയിസ് എന്നാണ് പേരെങ്കിലും ഡോൾഫിനെ ഒന്നും കാണാൻ പറ്റിയില്ല. ലഞ്ചൊക്കെ നല്ലതായിരുന്നു. 2.25 മണിക്കൂറായിരുന്നു ഈ ഒരു ക്രൂയിസിൻ്റെ സമയം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സിയേക്കേഴ്സ് റെയിൻ ഫോറസ്റ്റ് സെൻറ്ററിലോട്ടാണ്. അവിടെ മെയിനായിട്ട് നമുക്ക് റെയിൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ വാക്കിംഗ് ട്രെയിലാണ്. നമുക്ക് ടിക്കറ്റുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളൊരു 1 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സർക്യൂട്ടാണ്. റെയിൻ ഫോറസ്റ്റിൻ്റെ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല രസമല്ലേ. നല്ല തണുപ്പാണ്. അത്യാവശ്യം ചൂടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഈ ഒരു വനത്തിൻ്റെ ഉള്ളിലോട്ടങ്ങ് വരുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പാണ്. ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1 കിലോമീറ്റർ സർക്യൂട്ടാണ്. അപ്പോൾ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട്, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് റെഡ് ഹെഡ്, ബ്ലാക്ക് ഹെഡ് അങ്ങനെ 2 ബീച്ചുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹെഡ് ബീച്ചിലാണ് നമ്മൾ പോയത്. എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു. എല്ലാ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ നമ്മൾ കളിച്ചിട്ട് നമുക്കത് കഴിഞ്ഞ് കുളിക്കാനും ഡ്രസ്സ് മാറ്റാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഈ ബീച്ചിനോട് ചേർന്നിട്ടും ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾസാണെങ്കിലും ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് അവിടെ ഒരു പൂളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലോ, നമ്മുടെ മെൽബണിനേക്കാളും കുറച്ചുകൂടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പൂളിലൊക്കെ നല്ലൊരു വാം വാട്ടർ ആയിരുന്നു. അപ്പോൾ പിന്നെ മക്കൾസ് പിന്നെ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് അവർ കുറേ നേരം പൂളിലൊക്കെ കളിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഡേ 5. ഇന്ന് ഡേ 6 രാവിലെയാണ്. ഇവിടെ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഇന്നാണ് നമ്മൾ ഗോൾഡ് കോസ്റ്റ് എത്തുന്നത്.
അപ്പോൾ രാവിലത്തെ ഇറങ്ങാനുള്ള തിരക്കുകളാണ്. അപ്പോൾ നമ്മൾ ഈ എയർബിഎൻബി അക്കോമഡേഷനിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട് അത്യാവശ്യം ക്ലീൻ ആക്കി നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ വേണം നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും അടുക്കിപ്പറക്കലും രാവിലെ കുറച്ച് തിരക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബൈറൺ ബേ വഴിയാണ് ഗോൾഡ് കോസ്റ്റിലോട്ട് പോകുന്നത്. നമ്മുടെ അക്കോമഡേഷൻ റേസ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇത് ഗോൾഡ് കോസ്റ്റിൻ്റെയും ബ്രിസ്ബെയിൻ്റെയും ഇടയ്ക്കായിട്ട് വരും. ഇന്ന് നമുക്കങ്ങനെ വേറെ കാര്യമായ പരിപാടിയൊന്നുമില്ല. നമുക്കൊരു 7 മണിക്കൂറിന് അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവ് തന്നെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വഴി കോഫ്സ് ഹാർബറിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത് KFCന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് ഒരു വെയിറ്റ് ചെയ്യേണ്ടി വന്ന ഒരേ ഒരു സ്ഥലം അങ്ങോട്ട് പോയപ്പം കോഫ്സ് ഹാർബർ ആയിരുന്നു. ആ ഒരു സിറ്റിയിലും നമ്മുടെ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഒരു മാളിൻ്റെ അടുത്താണ്. അവിടെ മൊത്തത്തിലും ഭയങ്കര തിരക്കായിരുന്നു. ഡോറിലൊക്കെ ആണെങ്കിലും നല്ല ബ്ലോക്കൊക്കെ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഇത്രയും ഒരു 4700ഓളം ദൂരം നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ടെസ്ലയിൽ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു വറിയിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാർജിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതും ഇവിടുത്തെ ഒരു പീക്ക് വെക്കേഷനാണ് ഈ ഒരു ഡിസംബറിലെ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ സമയമായിട്ട് പോലും വേറൊരു സ്ഥലത്തും നമുക്കൊരു വെയിറ്റ് ചെയ്യേണ്ടി വന്നേയില്ല. പിന്നെ ഈ പറയും പോലെ ഡ്രൈവ് ആണെങ്കിലും നല്ല സുഖമായിരുന്നു. നമുക്ക് ഈ ഓട്ടോ പൈലറ്റൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്ട്രെസ്സ് നന്നായിട്ട് കുറഞ്ഞു. ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഞാനങ്ങനെ അധികം ഒന്നും ഡ്രൈവ് ചെയ്യാറില്ല, ഒരു ഹാഫ് ആൻ അവർ 1 അവർ അത്രയൊക്കെ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ജേണിയിൽ ഞാനും കുറച്ച് ഡ്രൈവ് ചെയ്തു. ശരിക്കും എൻജോയ് ചെയ്തൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങും യാത്രയും ഒക്കെ ആയിരുന്നു. പിന്നെ പോകുന്ന വഴി ഞങ്ങൾ ബൈറൺ ബേ ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ബൈറൺ ബേ നല്ല അടിപൊളി ഒരു കോസ്റ്റൽ ടൗൺ ആണ്. ശരിക്കും നമുക്കൊരു ഫ്യൂ ഡേയ്സ് സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും കാര്യങ്ങളുണ്ട് അവിടെ. മെയിനായിട്ട് ബീച്ചസ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ ഓൺ ദ വേ ആയതുകൊണ്ടും നമ്മളൊക്കെ അവിടെ സെപ്പറേറ്റ് ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ റേസ് വ്യൂവിൽ താമസിച്ച വീട്. ഇതും എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. നല്ല വീടായിരുന്നു, 4 ബെഡ്റൂംസ് ഒക്കെ ആയിട്ട്. ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഒരു 4 മാസം മുന്നേ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് പോലും നമുക്കൊരു അക്കോമഡേഷൻ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിങ്ങനെ വീട് തന്നെ വേണം എന്നുള്ളതുകൊണ്ട് നമുക്ക് 1-2 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഗോൾഡ് കോസ്റ്റിൽ നിന്നൊക്കെ കുറച്ച് ദൂരമുണ്ട്, ഒരു 1 അവർ ഡ്രൈവ് ഉണ്ട്. പക്ഷേ നല്ല അക്കോമഡേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡേ 6 ആണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ബ്രിസ്ബെയിനിലോട്ടാണ്. അവിടെ മൗണ്ട് കൂത്ത സമ്മിറ്റ് ലുക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രിസ്ബെയിൻ സിറ്റിയുടെ ഒരു ദൂരക്കാഴ്ച കിട്ടും. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രിസ്ബെയിനിൽ അതുവരെ റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും ചൂടുള്ള സമ്മർ ഡേ ആയിരുന്നു. കുറച്ച് നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് സൗത്ത് ബാങ്ക് പാർക്ക്ലാൻഡ്സ് ആണ്. നമ്മുടെ ബ്രിസ്ബെയിൻ സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണെന്ന് പറയാം. ഈ സൗത്ത് ബാങ്ക് പാർക്ക്ലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഏരിയ ആണ്. നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ സുഖമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാം. നല്ലൊരു വൈബാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയുടെ ഒരു മുഴുവൻ വ്യൂവും കിട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ച് നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ച് കുറേ ആളുകൾ അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതിലെല്ലാം കുറേ നേരം കറങ്ങി തിരിച്ച് നടന്ന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, പിള്ളേർക്കൊക്കെ നല്ല കളിക്കാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ടിനി ബീച്ചിൽ പോകാനുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി ലഞ്ചൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഗോൾഡ് കോസ്റ്റിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഈ ഡ്രൈവുകളൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മുടെ കേരളത്തോട് വളരെ സാമ്യമുള്ള ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെയാണ് ബ്രിസ്ബെയിൻ. ഒരുപാട് മലയാളികൾ മെൽബണിൽ നിന്നും സിഡ്നിയിൽ നിന്നും ഒക്കെ പതുക്കെ ബ്രിസ്ബെയിനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ആദ്യം വന്നത് ഗോൾഡ് കോസ്റ്റ് സർഫേസ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചാണ്. ഒരു വേൾഡ് ഫേമസ് ബീച്ചാണ്. ആൻഡ് ഇറ്റ് വാസ് ട്രൂലി അമേസിങ്. നമ്മൾ അത്ര കണ്ട് എൻജോയ് ചെയ്തു. 2-3 മണിക്കൂർ നമ്മൾ പോയത് അറിഞ്ഞില്ല. നമ്മളൊരു 4 മണിയൊക്കെ ആറായപ്പോൾ അവിടെ എത്തിയതാണ്. ഒരു 7 മണി വരെ നമ്മൾ ബീച്ചിലായിരുന്നു. അതുപോലെ ഗോൾഡ് കോസ്റ്റിലെ നൈറ്റ് ലൈഫ് ഭയങ്കര രസമാണ്, ഭയങ്കര ലൈവ്ലിയാണ്. നമ്മൾ മെൽബണിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 7 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ കടകളെല്ലാം തന്നെ അടയ്ക്കും, വളരെ ശാന്തമായിരിക്കും. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോലെയാണ്. നമ്മുടെ നാട്ടിലല്ലേ 10 മണി 12 മണി വരെയൊക്കെ നമ്മുടെ പ്രധാന സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരിക്കുമല്ലോ, അതുപോലെയാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡും ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു ഗോൾഡ് കോസ്റ്റിലേത്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗോൾഡ് കോസ്റ്റിലെ ആദ്യത്തെ ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് തീം പാർക്കിലോട്ടാണ്. ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ തീം പാർക്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തീം പാർക്കിൽ മാത്രം പോകാനാണ് നമ്മുടെ ഒരു പരിപാടി. നല്ല തിരക്കാണ് ഈ ഒരു വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ തീം പാർക്കൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയമായപ്പോൾ തന്നെ അവിടെ എത്തിയപ്പം അത്യാവശ്യം വലിയ ക്യൂ ആയിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് ക്ലിയറായി. ഈ ഒരു പീക്ക് ടൈമിലാണ്, നമുക്കിപ്പോൾ സമ്മർ വെക്കേഷൻ ആണല്ലോ, പല റൈഡ്സിനും 1 hour to 1.5 hours ഒക്കെയാണ് വെയിറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കണ്ടിരുന്നു
അപ്പോൾ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. ആദ്യത്തെ 1-2 റൈഡ്സിലൊക്കെ വലിയ ക്യൂ ഒന്നും ഇല്ലാതെ കയറാൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നല്ല വെയിറ്റ് ടൈം ആയിരുന്നു. 1.5 മണിക്കൂർ ക്യൂ നിന്ന് ഒരൈറ്റത്തിൽ കയറി. അതോടുകൂടി ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ ലേസി റിവറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഈറ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു നമ്മുടെ വാട്ടർ തീം പാർക്കിലെ ദിവസം. ഇനി നമ്മൾ ഗോൾഡ് കോസ്റ്റിൽ നിന്നും തിരിച്ച് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ബാക്ക് ടു മെൽബൺ. അപ്പോൾ നമ്മളിനി അനദർ 3 days ജേണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫോസ്റ്ററിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ബൈറൺ ബേ ഒന്ന് നിർത്തി അങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ 10-11 ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. അത്രയും പെട്ടെന്നാണ് ദിവസങ്ങൾ തീർന്നത്. ഇന്ന് December 31 ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ബൈറൺ ബേയിൽ കേപ്പ് ബൈറൺ ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് വിസിറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷേ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും തിരിച്ചു പോകുന്ന വഴി അവിടെ ഒന്ന് കയറണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്താണെങ്കിലും നമുക്ക് ഭാഗ്യത്തിന് പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓസ്ട്രേലിയയുടെ മോസ്റ്റ് ഈസ്റ്റേർലി പോയിൻ്റാണ്. ഇതിൽ പോകുമ്പം ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. റിയലി വർത്ത് വിസിറ്റിംഗ്. പക്ഷേ ഇവിടെ പാർക്കിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരക്കുള്ളപ്പോൾ ഒരു വലിയ കൺസേൺ ആണ്. വളരെ കുറച്ച് പാർക്കിങ്ങേ ഉള്ളൂ. ഞങ്ങളൊരു ഹാഫ് ആൻ അവറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ നബ്യാക്കിലോട്ടുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ഇന്നും 7 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവിങ് തന്നെയാണ് നമ്മുടെ പ്രധാന ഹൈലൈറ്റ്. അപ്പം നമ്മൾ നമ്മുടെ ബ്രേക്കും ചാർജിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് പെട്രോൾ അടിക്കുന്ന പോലെ അത്രയും ഈസി അല്ല. അപ്പോൾ നമ്മൾ കോസ് ഹാർബറിലൊരു ബ്രേക്കൊക്കെ എടുത്ത് ലഞ്ച് അവിടെ നിന്ന് കഴിച്ചു. ആ ഒരു സമയത്ത് വണ്ടി ചാർജ് ചെയ്തു. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫോസ്റ്റർ എത്താറായപ്പോൾ വീണ്ടും ഒരു ബ്രേക്കൊക്കെ എടുത്ത് കുറച്ച് ഗ്രോസറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. നമ്മുടെ ന്യൂ ഇയർ ഈവ് കുറച്ച് ചിക്കനൊക്കെ ഗ്രിൽ ചെയ്ത് ഒരു വൈനൊക്കെ കുടിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഫോസ്റ്റർ എന്ന് പറയുന്ന ടൗൺ. അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ. ഒരു ചെറിയ സിറ്റി എന്ന് തന്നെ പറയാം. ഇവിടെ ന്യൂ ഇയറിന് ഫയർ വർക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ ഫയർ വർക്ക്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന്. ഞങ്ങൾ 2 വർഷം മുൻപേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബീച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഫയർ വർക്ക്സിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. 1 മൈൽ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാണുന്നതൊരു സാൻഡ് ഡ്യൂൺ പോലെയാണ്. ഇതിൻ്റെ കുറേ താഴെയാണ് ഈ ഒരു ബീച്ച്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ 9 മണിക്കായിരുന്നു ഫയർ വർക്ക്, 12 മണിക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 9 മണിയായപ്പോഴത്തേക്ക് ആ ഫയർ വർക്ക് ഫോസ്റ്റർ ടൻകറി ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടായിരുന്നു ആ ഒരു റിവറിൽ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫയർ വർക്ക്സ് എൻജോയ് ചെയ്തത്. ഒരു 11-12 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളൊട്ടും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് ചെറിയൊരു ഫയർ വർക്ക്സ് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ല അടിപൊളി ഫയർ വർക്കായിരുന്നു. നമ്മളങ്ങനെ ഫയർ വർക്കൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ന്യൂ ഇയർ ഈവ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാണ് നമ്മൾ നവ്യാക്കിൽ നിന്ന വീട്. 2 ബെഡ്റൂമൊക്കെ ആയിട്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു 1 ഡേ സ്റ്റേക്കൊക്കെ പറ്റിയ പോലത്തെ വീട്. വീടിനേക്കാളും അതിൻ്റെ ഒരു ചുറ്റുപാട് നല്ല രസമായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് 10 മണിയായപ്പോൾ എത്തി. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് യാസിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. നമുക്ക് വീണ്ടും ഒരു 7 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ലാസ്റ്റ് 3 days ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗോൾഡ് കോസ്റ്റ് വരെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് വേർത്താണോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർ ശരിക്കും എൻജോയ് ചെയ്യും. പിന്നെ നമ്മുടെ ആ ഒരു സിഡ്നി ടു ബ്രിസ്ബെൻ വരെയുള്ള ആ ഒരു ഡ്രൈവിൽ ഒരുപാട് നല്ല ബീച്ചസും എല്ലാം വ്യത്യസ്തമാണ് ഓരോ രീതിയിൽ. നമ്മൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും വേർത്താണ്. ഇനി നമുക്ക് ഗോൾഡ് കോസ്റ്റിൽ കുറച്ചധികം ദിവസം അടിച്ചു പൊളിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഫ്ലൈ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ടൈം ഫ്ലൈ ചെയ്ത് പോയിട്ട് അവിടെ ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു. കാരണം ഗോൾഡ് കോസ്റ്റും നല്ല രസമാണ്. നമുക്കൊരു 2 days വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഡേയ്സെങ്കിലും വേണം നമുക്ക് അവിടെ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് മാളുകളോട് ചേർന്നിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡടി മിക്കവാറും മാളിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു റീജിയണൽ ടൗൺസിലെ മാളുകൾ എനിക്ക് പലപ്പോഴും നമ്മുടെ ഇവിടേക്കുള്ള മാളുകളെക്കാളും വളരെ അടിപൊളിയും അവരുടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻസൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ തോന്നി കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് 10th ഡേ ആണ്. അപ്പോൾ ഇന്നൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടയേർഡായി. കാരണം അത്യാവശ്യം നല്ലൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പിന്നെ അങ്ങനെ ഒരുപാട് വേറെ കാര്യങ്ങൾക്കൊന്നും സമയം കളയാതെ കഴിയുന്നത്ര വേഗം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമുക്കൊരു റെസ്റ്റ് എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു ചെന്നിട്ടാണെങ്കിലും അധികം താമസിയാതെ ലൈക്ക് ഇൻ 2-3 ഡേയ്സ് നമുക്ക് വീണ്ടും
ജോലി സ്റ്റാർട്ട് ചെയ്യും. ഈ യാത്രയിലെ ലാസ്റ്റ് അക്കോമഡേഷനാണിത്, യാസിൽ. ഇത് നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. ഒരു 3-4 വർഷം മുന്നേ ഒക്കെ എയർബിഎൻബിയിൽ പോകുമ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേയിലും അവരിങ്ങനെ കോംപ്ലിമെൻ്ററി ഐറ്റംസ് വെക്കുമായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ബ്രെഡ്, പാല്, മുട്ട അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എവിടെയും അങ്ങനത്തെ ഒരു കോംപ്ലിമെൻ്ററി ഐറ്റംസും കണ്ടില്ലെന്ന് മാത്രമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് ഓയിൽ, സോൾട്ട്, പഞ്ചസാര ഇതൊന്നുമില്ലാത്ത കുറേ അക്കോമഡേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1-2 വർഷമൊക്കെയായിട്ട് നമ്മൾ പോകുമ്പം പല ബേസിക് സാധനങ്ങളും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് വന്നു എന്ന് പറയാം കേട്ടോ. പിന്നൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇത് തീരുന്നതിൻ്റെ ഒരു സങ്കടമായിരുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ, 11th ഡേ മോർണിംഗ് ആണ്. ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റോഡ് ട്രിപ്പാണ്. നമ്മൾ ആദ്യമായിട്ടാണ് 11 days ഒക്കെ അങ്ങനെ ഒരു യാത്രയിൽ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വാസ് ട്രൂലി അമേസിങ്. ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡായി, ഒരു അബദ്ധമാകുമോ ഇത്രയും ദിവസം എന്നൊക്കെ. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓരോ ദിവസവും ഓരോ രീതിയിൽ സ്പെഷ്യലായിരുന്നു. ഓരോ കാഴ്ചകളും ഓരോ ബീച്ചുകളും അതിൻ്റേതായ രീതിയിൽ നമ്മുടെ മനസ്സിൽ അത്രയും നല്ല മെമ്മറി ആയിട്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ തിരിച്ചു പോകുമ്പോൾ. മക്കളൊക്കെ ആണെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഫൈനലായിട്ട് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പിക്കൊക്കെ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളിനി ബാക്ക് ടു മെൽബൺ. നമുക്ക് യാസിൽ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ ഡ്രൈവാണ്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു. വരുന്ന വഴി ഒരു കോഫി മേടിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പിൽ നിർത്തിയതാണ്. ഈ ചെറിയ ടൗണുകളിൽ ചില ഷോപ്പിലൊക്കെ കോഫികൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് മെൽബണിൻ്റെ ഒരു 2 മണിക്കൂർ ഇപ്പറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കോഫിയൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മെൽബൺ എത്തി. അപ്പം ഞങ്ങളിങ്ങനെ നമ്മൾ എത്ര ദൂരം ഡ്രൈവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ അത് 4666 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ മെൽബൺ ടു ഗോൾഡ് കോസ്റ്റ് റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഞങ്ങൾ മിസ്സായ ഏതെങ്കിലുമൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നമുക്കത് കാണാൻ ട്രൈ ചെയ്യാമല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.